കർപ്പണ്യദോഷോപകൃതസ്വഭാവക പൃച്ഛാമത്തം ധർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ജാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം 3 ശ്ലോകങ്ങളാണ് എടുത്തത്. അതാണ് ദൈവിക സമ്പത്ത്. ഈ 3 ശ്ലോകങ്ങളിൽ പറയുന്ന 26 ഗുണങ്ങളാണ് ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ എല്ലാവരിലും, ഈശ്വരനാണ് എല്ലാ പ്രാണികളിലും ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ഗുണങ്ങളും ഇല്ലാത്ത ഒരു ജീവിയും ഇല്ല എന്നർത്ഥം. പക്ഷേ ആ 26-ൽ ഒരു 50% പ്രവർത്തിതമാകും എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ജീവിതത്തിന് ഈ 50% ശക്തി ഇല്ലാതെ ഒരു നിരീശ്വരവാദിക്കോ യുക്തിവാദിക്കോ പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അത് നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഈശ്വരന്റെ ഗുണങ്ങൾ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അവസരോചിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കണതെന്ന് മനസ്സിലാക്കണം. അവനവന്റെ ആവശ്യത്തിന് പോലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഈ ഗുണം ഇല്ലാതെ പറ്റില്ല. അത് നിരീശ്വരവാദി ആയാലും യുക്തിവാദി ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. ഈശ്വരനെ നിശ്ചയിച്ച് നടക്കുന്നവർക്കാണെങ്കിലും ഇതിന്റെ 50% ഉപയോഗിക്കാതെ ഒരു ജീവിക്കും, സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, സസ്യലതാദികളായിക്കോട്ടെ, ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട്, ഈശ്വരൻ അകത്തിരിക്കുന്നതുകൊണ്ട്, ഈശ്വരന്റെ സഹായമില്ലാതെ, ഇല്ലെങ്കിൽ ഈ ഗുണങ്ങളുടെ പ്രഭാവം ഇല്ലാതെ ആർക്കും ഒരു നിമിഷം പോലും സൃഷ്ടിയുടെ വ്യവഹാരം നടക്കില്ല. അത് മനുഷ്യനാണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളത്. ബാക്കിയുള്ള ജീവിതാലങ്ങളോ ബാക്കിയൊക്കെ നടക്കണ പ്രകൃതി അനുസരിച്ച് നടക്കേണ്ടതൊക്കെ നടന്നോളും. അതൊക്കെ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട്. നമ്മൾ മനുഷ്യജന്മം കിട്ടുന്നത് വരെ ഈ നേച്ചർ അനുസരിച്ച് തന്നെ ജീവിക്കാൻ പറ്റുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യനായിട്ട് ജന്മം കിട്ടിയാൽ ചില അവസരങ്ങളിൽ ഇത് ഇല്ലാതിരിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാതിരിക്കാനേ പറ്റില്ല. പക്ഷേ ചില അവസരങ്ങളിൽ കൂടുതലും നമ്മൾ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് ആസുരി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ജീവിക്കുന്നത് തന്നെ എന്ന എല്ലാവരുടെയും ധാരണ. അപ്പൊ എന്തു പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവിക സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ആസുരി സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത്. അത് നമ്മുടെ കൾച്ചറായിട്ട് മാറുകയാണ്. നിത്യജീവിതത്തില് നമ്മൾ ജീവിക്കാൻ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദൈവിക സമ്പത്തിനെ ഉപയോഗിക്കുന്നത് മുഴുവൻ നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് അഥവാ ആസുരി സമ്പത്തിന്റെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ കൾച്ചറായിട്ട് മാറും. അതാണ് സംസ്കാരം എന്ന് പറയാം. സനാതനധർമ്മത്തിലല്ല അത് ഉറച്ചു നിൽക്കുക. അതിന് സനാതനധർമ്മം വേണമെന്നില്ല, സനാതനധർമ്മത്തെ പറ്റി അറിയണമെന്നില്ല. ഭൗതികമായ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ ആസുരി സമ്പത്തിനെ പോഷിപ്പിച്ച് ജീവിക്കാൻ ഈശ്വരശക്തി തന്നെ ഉപയോഗിക്കുന്നത്. 50% ഉപയോഗിക്കാതെ ആസുരി സമ്പത്തിനെ ഡെവലപ്പ് ചെയ്യുക, ഒരു സുഖം പോലും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോ ഈ ആസുരി സമ്പത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവിക സമ്പത്തിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുർവിനിയോഗമായിട്ട് മാറും. അപ്പൊ ദുർവിനിയോഗം ചെയ്താൽ എന്താ കുഴപ്പം? അതിന്റെ ദുഃഖവും കൺസിക്വൻസീസും വരും, ക്ലേശങ്ങൾ വരും. ഇതറിയാതെ സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വര പൂജ നടത്തുന്നവർക്ക് പോലും ഈ ക്ലേശങ്ങൾ ഒഴിവാകത്തിന്റെ കാര്യം. ഈ ആസുരി നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നതൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ആ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആശ്രയിക്കുന്നത്. വഴിപാട് കഴിച്ചിട്ടായാലും ദർശനം നടത്തിയിട്ടായാലും സത്സംഗത്തിൽ പോയാലും. അതുകൊണ്ട് ഇപ്പൊ എനിക്കെന്താ ഗുണം, ഇങ്ങനെ പ്രയോജനപ്പെടുത്താന്നുള്ള നിലയ്ക്കാണ് വരണം. നിസ്സാര കാര്യം ഞാൻ പറയാം. ഇവിടെ റുട്ടീന് ആയിട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ഇവിടെ കുറച്ച് പേര് വന്നിരുന്ന് ജപിക്കും. ഇപ്പൊ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ജപിക്കാൻ വരുന്നത്. മറ്റേ കസേരയൊക്കെ കാല ഇപ്പൊ ആരുമില്ല. മനസ്സിലായില്ലേ? ഇത് കേൾക്കാനൊന്നും ആരും വരില്ല. കാരണം കഞ്ഞി ഉച്ചയ്ക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് വന്നിരിക്കും.
അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ഈശ്വരനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് വരുന്നത് പോലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടും, ഇല്ലേ ഔഷധക്കഞ്ഞി കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ഇവിടെ വരുള്ളൂ. അല്ലാതെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എവിടെയാണെങ്കിലും അങ്ങനെ. അപ്പൊ നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള ആഗ്രഹങ്ങളെ നമുക്ക് ഭക്ഷണം ആയിക്കോട്ടെ, എന്താണെങ്കിലും അന്നപാനാദികളായിക്കോട്ടെ, എന്തെങ്കിലും ഇവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അടിച്ചെത്തും. അതിന് പ്രത്യേകിച്ച് പരസ്യവും നോട്ടീസൊന്നും അടിക്കാതെ തന്നെ വന്നോളും. അപ്പം നമ്മള് ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ ടോട്ടലി ഈശ്വരനെ ആശ്രയിക്കുന്നതെന്നർത്ഥം. ഇനി ഈശ്വരനെ ആശ്രയിക്കാതെയും ജീവിക്കുന്നവര് നിരീശ്വരവാദികള്, യുക്തിവാദികള്, ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരും ജീവിക്കുന്നുണ്ടല്ലോ. അവർ ഈ പറയുന്ന സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പോലെ ഒക്കെ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവീയ സമ്പത്തിന്റെ 50% ഇല്ലാതെ ആർക്കും ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചുകൊണ്ട് അവസരോചിതമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുമ്പം അത് നമ്മൾ അറിയാതെ തന്നെ മിസ് യൂട്ടിലൈസേഷൻ ആവും, അഥവാ ദുർവിനിയോഗമായിട്ട് മാറും. അതാണ് നമുക്ക് പിന്നെ ദോഷങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ആസുരീഭാവത്തിന്റെ പോഷണം കൊണ്ട് നമ്മൾ എന്തും ചെയ്യാൻ മടിക്കില്ല, ശരീരം കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും. അതായത് ഈ ദൈവീയ സമ്പത്തിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഈ 3 ശ്ലോകങ്ങൾ ആദ്യം തറവാക്കണം. എന്തൊക്കെയാണ് എന്നിൽ തന്നെയുള്ള ഈശ്വരീയ ഗുണങ്ങളായി പറയുന്നത്? ഇല്ലാത്തതല്ല, ഉള്ളതാണ്, നമ്മളിലൊക്കെ ഉണ്ട്. ആവശ്യം അനുസരിച്ച് അവസരോചിതമായിട്ട് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് വിശകലനം ചെയ്ത് നമുക്കറിയാം. അപ്പം ആ 3 ശ്ലോകം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതിം ദാനന്ദമശ്ചയജ്ഞസ്യ സാധ്യായ സവമാർജവം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തുരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം ഹാർദവം ഹീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാന്യത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഈ ഗുണങ്ങളെ ബൈഹാർട്ട് ചെയ്തോളണം. നമ്മൾ നിർഭയത്വമൊക്കെ ഉണ്ട്, നമുക്ക് ഭയമില്ലാത്ത അവസരമൊക്കെ ഉണ്ട്. ഭയമുണ്ടാകുന്നത് വളരെ വിരളാ. ഭയമില്ലാതെ തന്നെയാ നമ്മൾ ജീവിക്കണം. എന്താ സംശയമുണ്ടോ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് രാത്രിയിൽ നമ്മൾ പോവും, ഇറങ്ങിപ്പോവും, ഒരു ഭയം ഉണ്ടാവില്ല. ആരെയും പോയി കാണും. നമുക്ക് അതുപോലുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നിമിഷത്തേക്കായെങ്കിലും അകത്തും പുറത്തും ശുദ്ധി ഇല്ലാത്തവർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ധകരണ ശുദ്ധി ഏത് സമയത്തെങ്കിലും അവനവന്റെ ആവശ്യത്തിനാണെങ്കിലും നിഷ്കളങ്ക ഭാവം കാണിക്കും. ഞാൻ ശുദ്ധനാണെന്നുള്ള ഭാവം കാണിക്കും, യാതൊരു സംശയവുമില്ല. പൂർണ്ണമായിട്ട് ഈശ്വരന്റെ ശക്തിയെ നിഷേധിക്കാനും ഗുണങ്ങളെ നിഷേധിക്കാനും സാധ്യമല്ല. അതാണ് അന്ധകരണ ശുദ്ധി. നിർഭയത്വവും നമ്മൾ ഉപയോഗിക്കാറൊക്കെ ഇല്ല എന്നില്ല, നമുക്ക് അവസരോചിതമായിട്ട് നമ്മളിലുണ്ടാകാം. നിങ്ങൾ തന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ഇതുവരെയുള്ള ജീവിതം ഒന്ന് കണക്കാക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ജ്ഞാനയോഗത്തിലുള്ള തിഷ്ഠ. ഏത് കാര്യം ചെയ്യണമെങ്കിലും കുറച്ച് അറിവുണ്ടാക്കണ്ടേ? നിസ്സാര അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കണമെങ്കിൽ അത് ദിവസവും ചെയ്ത് ജ്ഞാനയോഗത്തിൽ നിഷ്ഠ, ചായ ഉണ്ടാക്കാൻ നിഷ്ഠയായിട്ട് ചെയ്ത് അത് പഠിക്കണ്ടേ? ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഭൗതിക കാര്യത്തിനും ജ്ഞാനയോഗത്തിൽ നിഷ്ഠ വേണം. അത് ഒരു പ്രാവശ്യം പഠിച്ചാൽ പോരാ, ദിവസവും ചെയ്ത് പഠിച്ചാലേ അതാണ് ജ്ഞാനയോഗത്തിൽ നിഷ്ഠ എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസവും ഒരേ കാര്യം ചെയ്താൽ അത് നിങ്ങൾ പഠിക്കും. ദാനശീലമുണ്ട് നമുക്ക്, അല്ലേ? ആർക്കെങ്കിലും എന്തൊക്കെയും കൊടുക്കാം, ഒന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ട. ഇപ്പൊ ഒരു കുട്ടിയാണേലും വേണ്ടില്ല, പട്ടി കുറച്ചോണ്ട് ചാടിയാൽ കയ്യിൽ ദോശയോ ചപ്പാത്തിയോ കഴിച്ചോണ്ടിരിക്കണേന്ന് വിചാരിച്ചോളൂ. ഈ കൈ കിട്ടുന്ന പട്ടി ഇങ്ങോട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി വെച്ചിട്ട് എറിയും, ഇല്ലേ ദോശ വെച്ചിട്ട് എറിയും. അത് താനായിട്ട് മാറും, പട്ടി അത് തിന്നും. അത്
മനസ്സിലായില്ലേ? അപ്പൊ ദാനശീലം അറിയാതെയാണെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് പറയണ്ട. താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊക്കെ ദാന. നിങ്ങൾ വീട്ടിലുള്ള മക്കൾക്ക് കൊടുത്താലും വേണ്ടില്ല, ഭർത്താവിന് വിളമ്പി കൊടുത്താലും വേണ്ടില്ല, താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തോ, അതൊക്കെ ദാന. അപ്പൊ അന്നദാനം ആയിക്കോട്ടെ, വസ്ത്രദാനം ആയിക്കോട്ടെ, നിങ്ങൾ ഓണത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ കോടി മേടിച്ചു കൊടുക്കാറില്ലേ ആർക്കെങ്കിലും ഒക്കെ? അവനവന്റെ മക്കൾക്കും ബന്ധുക്കൾക്കും ആയിക്കോട്ടെ, കൊടുക്കില്ലേ? ഭക്ഷണം ഉണ്ടാക്കിയാൽ ആരെങ്കിലും കഴിക്കാൻ വരുന്ന സമയത്ത് കൊടുക്കില്ലേ? അപ്പൊ ഈ ദാനശീലമൊക്കെ ഉണ്ട്. ചിലപ്പോ നമുക്ക് എടുത്തു വെച്ച് എടുത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആള് വന്നാലേ അവനവന് കഴിക്കാൻ എടുത്തു വെച്ച് വരെ എടുത്തു കൊടുക്കും. അപ്പൊ ദാനശീലവും ഇല്ലായൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ളതനുസരിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് പ്രവർത്തിക്കും. അങ്ങനെ അങ്ങ് കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ എല്ലാവരും ഓടിപ്പോവൊന്നുമില്ല. അവനവന് ആവശ്യമുള്ളതിന്റെ പിന്നാലല്ലേ പോകുള്ളൂ. അത് ഇന്ദ്രിയ നിയന്ത്രണം, അല്ലാതെ നിരോധിക്കലല്ലോ. നമുക്ക് ആവശ്യമുള്ളതിന്റെ പിന്നാലെ, കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ ആവശ്യമുള്ളത് ഉപയോഗിക്കുക, അത് ഇന്ദ്രിയ നിയന്ത്രണമാണ്. അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്നത് ഭക്തിയുള്ളവരെ പറ്റി, ഭക്തി ഇല്ലാത്തവരെ പറ്റി ഒരിക്കലും ഗീതയിൽ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് ഭക്തിയുടെ ഭാവമുള്ളവര് വല്ലപ്പോഴെങ്കിലും ഈശ്വരാർപ്പണമായിട്ടായിരിക്കും കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈശ്വരാർപ്പണമായിട്ടും പരോപകാരാർത്ഥമായിട്ടും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ഇനി ഈ കാര്യം ഈശ്വരാർപ്പണം എന്നുള്ള ബോധമില്ലെങ്കിൽ തന്നെ നിരീശ്വരവാദികളും യുക്തിവാദികളും പരോപകാരാർത്ഥമുള്ള കർമ്മം ചെയ്യാറില്ലേ? അവരും ചെയ്യാറുണ്ട്. ഈ ദാനകർമ്മവും ചെയ്യാറുണ്ട്. താനൊഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവം ആർക്കുമില്ലേ? ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവിനും സഹജ ഭാവനയൊക്കെ ഉണ്ട്, ഇല്ലേ? ഒരു തെങ്ങ് വെച്ചെടുപ്പിച്ച അതിന്റെ തേങ്ങ എടുക്കരുതെന്നത് പറയോ? ആര് വേണം എടുത്തുണക്കോളൂ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ ആണെന്ന് തോന്നുന്നു, സോഷ്യൽ മീഡിയയിൽ ഒരു 2 സ്ത്രീകളുടെ ഒരു വീട്ടിൽ ചെന്നിട്ട്, ഇവിടെ പുല്ല് ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ച് പുല്ല് വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അതെന്താ, കാട് അത്രയും കുറയുള്ളൂ, നിങ്ങൾ വെട്ടിക്കൊണ്ട് നോക്കളാൻ പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് സംശയം തോന്നി. പുല്ല് വെട്ടിയിട്ട് തിരിച്ച് ചാക്കിലാക്കി കൊണ്ടുപോണ സമയത്ത് ഈ പുല്ലൊക്കെ ഒന്ന് കുടഞ്ഞിടാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തിരിച്ചെടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ ചാക്കിൽ നിങ്ങൾ നിറച്ച പുല്ല് ഒന്ന് ഇവിടെ ഒന്ന് മുറ്റത്തൊന്ന് പൊട്ടിയിടാൻ പറഞ്ഞു. ഏക്കെന്തോ സംശയം തോന്നിട്ടാ. പുല്ല് പൊട്ടിയപ്പോ അതിനകത്തുനിന്ന് 3 തേങ്ങ. ഇന്നൊക്കെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. മനസ്സിലായില്ലേ? വെളിച്ചെണ്ണയ്ക്ക് 500, നെയ്യിനേക്കാളും വിലയായി. അപ്പൊ 3 തേങ്ങ കിട്ടിയാൽ സ്വർണം കിട്ടുന്ന പോലെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ആൾക്കാർ പെരുമാറും ചിലപ്പോ. മനസ്സിലായില്ലേ? ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണെന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞ ഈ ഈശ്വരബോധം ഇല്ലാത്തവരാണെങ്കിലും പരോപകാരാർത്ഥമായിട്ടുള്ള കർമ്മം ഒരിക്കലല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തവരുണ്ടാവില്ല. കള്ളന്മാരായാലും കൂടെ നിൽക്കുന്നവരെ സഹായിക്കും. പോലീസ് പിടിച്ചാൽ അവന് വിഹിതം കൊടുത്തിട്ട് അവിടെ രക്ഷപ്പെടും. അപ്പോഴും അത് പരോപകാരമാണല്ലേ? മനസ്സിലായില്ലേ? നമ്മൾ ഈ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഭൗതികതയിൽ പോലും സംഭവിക്കുന്നുണ്ട്. അവിടെയും ഈശ്വരന്റെ ശക്തിയെ, ഗുണങ്ങളെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടെന്നർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ആധ്യാത്മികമായ തത്വപഠനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സത്സംഗത്തിലോ ഇല്ലെങ്കിൽ ഈ ഗീതയോ ഭാഗവതോ ഒന്നും പഠിക്കാതെ ഈ പറയുന്ന ആസുരി ഭാവത്തിൽ വർത്തിക്കുന്നവർ, ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ പോലും തൻ്റെ ആത്മശക്തി കൊണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പം
അത് ഓട്ടോമാറ്റിക്കായിട്ട് ആധ്യാത്മികമായിട്ട് ഈ കർമ്മങ്ങളിൽ ഏർപ്പെടും. അപ്പൊ താത്വികമായിട്ട് അതിൽ നിന്ന് ചിലതൊക്കെ ഇവരൊക്കെ പഠിക്കും. ഇത് ലേബൽ അടിച്ചിട്ട് ഇത് സത്സംഗമെന്നോ ഇതിന്റെ ആധ്യാത്മിക പഠനം എന്നോ ഒന്നും വെക്കണ്ട. അല്ലാതെ തന്നെ, ലേബൽ ഇല്ലാതെ തന്നെ ഈ അവനവന്റെ ആത്മബോധം പ്രവർത്തിക്കും. 50% പ്രവർത്തിക്കും. അതനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പം അതിൽ നിന്ന് അനുഭവജ്ഞാനം കിട്ടും. അതിന് ഈശ്വരീയമായ മാർഗത്തിൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദിക്കും ഉണ്ട്, യുക്തിവാദിക്കും ഉണ്ട്, ഏത് രാഷ്ട്രീയക്കാരനും ഉണ്ട്, അല്ലേ? ആ അനുഭവത്തിൽ നിന്ന് ചിലത് പഠിക്കുന്നത്, തൻ്റെ ഉള്ളിൽ നിന്ന് ചിലത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആധ്യാത്മിക തത്വപഠനമാണ്. അറിയാതെ ചെയ്തു പോയി. ഇത്ര മൈന്യൂട്ടായിട്ടൊക്കെ ചിന്തിക്കുന്നത് ഈ ഭാരതീയ സംസ്കാരത്തിലേ ഉള്ളൂ. ഈവൻ ഭോഗസുഖങ്ങളിൽ മാത്രം രമിക്കുന്ന പാശ്ചാത്യര് പോലും മൈ ഗോഡെന്ന് വിളിക്കുമല്ലോ. മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവനവനെന്തെങ്കിലും ദുഃഖം അതുപോലുള്ള വരുമ്പോ ഓ മൈ ഗോഡ് എന്ന് പറയും, അല്ലേ? ഈ ഓ മൈ ഗോഡ് എന്ന് ഭാഷ വ്യത്യസ്തമായിട്ട് പറഞ്ഞാലും അതിനെ നമ്മുടെ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്ന ജി ഫോർ ജനറേറ്റ്, ഓ ഫോർ ഓർഗനൈസ്, ഡി ഫോർ ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്, അവസ്ഥാത്രയത്തെയാണ് ഗോഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് വിളിക്കണത്? അതുപോലെ ഒരു പ്രശ്നം, ക്ലേശം അനുഭവിച്ചറിയുമ്പം അറിയാതെ വിളിക്കുകയാണ്. തല്ല് കിട്ടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ അത് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, അക്ഷരങ്ങളിൽ അകാരം ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വേദനിച്ചിട്ടാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ അത് നാമമായിട്ട് വരണമെങ്കിൽ ശബ്ദബ്രഹ്മത്തെ അക്ഷരബ്രഹ്മത്തെ ഉപയോഗിക്കുന്ന അർത്ഥം. അപ്പം ഇങ്ങനെ അറിയാതെയാണെങ്കിലും നമ്മൾ ഈ ഈശ്വരീയ മാർഗത്തിലല്ലാത്തവർ പോലും ഈ ആധ്യാത്മിക തത്വപഠനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അത് അറിയാതെ എത്തിയിട്ട് അവർക്ക് യഥാർത്ഥ റൂട്ടിൽ കയറുന്ന ചിലപ്പം ഒരു ജന്മത്തിലല്ല, അനേക ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും മാത്രം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പരിണാമം. നമ്മളൊക്കെ വന്നത് അങ്ങനെയാ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇതിലേക്ക് വന്നതൊന്നുമല്ല. അനേക ജന്മങ്ങളിലെ വാസനാബലം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ജിജ്ഞാസുവാകുന്നതും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതും ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ഒരു ജന്മത്തെ അച്ചീവ്മെന്റ് ഒന്നും അല്ല. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. നിരീശ്വരവാദി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിരീശ്വരവാദം ഈശ്വരവാദത്തിന്റെ ലക്ഷണമാണ്. യുക്തിവാദം ഭക്തിവാദത്തിന്റെ ലക്ഷണമാണെന്ന് പറയാൻ കാരണം അതാ. അപ്പൊ അതും ഒരു തരത്തിൽ ആത്മീയതയാണ്. നമുക്ക് കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കണ്ണിനെ ഉപയോഗിച്ചാലും ചെവിയെ ഉപയോഗിച്ചാലും ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാലും അതൊക്കെ ഒരു തപസ്സാ, ഇല്ലേ? സ്പോർട്സിൽ ശ്രദ്ധയുള്ള ആള് ഒരു അമ്പെയ്യുന്നതിൽ പ്രൈസ് വാങ്ങുന്നുണ്ട്, ഇല്ലേ? ചെസ് കളിച്ചിട്ട് പ്രൈസ് വാങ്ങുന്നുണ്ട്. അതിൽ തന്നെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും സ്വപ്നം കാണുന്നത് വരെ ഈ ഒരു വിഷയമാണെങ്കിൽ അതൊരു തരത്തിൽ ഒരു തപസ്സാ. ഞാൻ മിലിറ്ററിയിലെ ഫയറിങ്ങിനെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ പ്രാക്ടീസിന് വിടുമ്പോൾ 20 ഉണ്ട തരും നമുക്ക്, വെടിയുണ്ട. എന്നിട്ട് ടാർഗറ്റിലേക്ക് അടിക്കാൻ പറയും. മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ പടമായിരിക്കും ടാർഗറ്റായിട്ട് വച്ചിരിക്കുന്നത്. അത് ഇത്ര മീറ്റർ ദൂരെ നിന്ന് വേണം വെടിവെക്കാൻ. അപ്പോൾ എന്താ പറഞ്ഞേ, 20 ഉണ്ടെങ്കിൽ ചിലപ്പം ഈ ടാർഗറ്റിന്റെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ പോകും. ആദ്യമൊക്കെ നമുക്ക് ശരിക്കും എയിം കിട്ടില്ല. പിന്നെ അത് 20 15 ഒക്കെ ശരിക്കും ശരീരത്ത് തന്നെ തർപ്പിക്കാൻ പാകത്തിനൊക്കെ ആയി. ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ ഒരു ഉണ്ട മാത്രമേ നെഞ്ചിലിവിടെ കയറിപ്പോയത്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാക്കിയൊക്കെ അവിടെ പോയി. അതെല്ലാം ഒരു ഓട്ടേക്കൂടെ പോയി, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തതെന്ന് പറഞ്ഞു. എങ്ങനെയാ തെളിയിക്കാൻ പറ്റുമോ? ഒരോട്ടേക്കൂടെ തന്നെയാണ് പോയാലേ എന്ന് പറയാൻ. അതും ഒരു തപസ്സാണ്. അത് കണ്ണുകൊണ്ട് ചെയ്യേണ്ട തപസ്, ചെവി കൊണ്ട് ചെയ്യേണ്ട തപസ്, മൂക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, നാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് ഇത്
ഒരു മനുഷ്യൻ നല്ല ഏത് ജീവജാലങ്ങളാണെങ്കിലും അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടെ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ തപസ്സാണ്. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, മൊബൈലിൽ തോണ്ടാൻ കൊടുത്തു നോക്കും അല്ലെ, എന്തൊരു തപസ്സ. ഭൂമി കുലുങ്ങാലും അറിയില്ല. കാലകാല ബോധം ഇല്ലാതിരിക്കുന്ന തപസ് എന്ന് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണുവാണെങ്കിൽ ഈ നിങ്ങളുടെ ശരീരം പോലും മറന്നിട്ടാ അത് ലയിച്ചിരിക്കുക അല്ലേ. പണ്ടൊക്കെ മനോരാജ്യം മനോരമയും എന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പേര് തന്നെ ഇട്ടേക്കണത് അല്ലേ. ഈ വീക്കിലൊക്കെ വരുന്ന കാത്തിരുന്ന് ഗേറ്റിന്റെ അവിടെ എപ്പോഴാ വരണേ പോഷകം കൊണ്ടു കൊടുക്കണേ, ഇല്ലെങ്കിൽ ആ വീക്കിലി പേപ്പർ കൊണ്ടുവരുന്ന ആള് കൊണ്ടുവന്ന് കാത്തിരുന്നൊക്കെ ഓരോരുത്തർ ഇതിൻ്റെ കഥകൾ വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇപ്പം ഈ മൊബൈലൊക്കെ വന്നപ്പോഴാണ് അതിനൊന്നും ആരും താല്പര്യമില്ലാതെ. അപ്പം അതൊക്കെ വായിക്കുമ്പം സകലത്തും അത്ര ജിജ്ഞാസുവായിട്ടല്ലേ അത് വരണ കാത്തിരിക്കണതൊക്കെ. അപ്പോൾ അതും ഒരു തരത്തിലൊരു തപസ്സ. അപ്പൊ നമ്മൾ തപസ് ചെയ്യാതൊന്നും ഇരിക്കണില്ല എന്നർത്ഥം. ഞാനിവിടെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും ഈ പറയുന്ന ഈശ്വരൻ്റെ ഗുണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രമില്ലേ നമ്മൾ ഭക്തിയിലേക്ക് ഒരു മാത്രം പ്രകടമാകുന്നതല്ല ദൈവിക സമ്പത്ത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രപഞ്ചം ചലിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ. നമ്മുടെ കേമത്വം കൊണ്ട് അതൊക്കെ നടക്കണേന്ന് തോന്നുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ആസുരീഭാവം. വക്രത ഇല്ലാതിരിക്കുക എന്ന് പറയും. വക്രതയാണ് കൂടുതൽ കാണിക്കുക നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. എന്തും ചെയ്യാൻ മടിക്കില്ല. എന്നാൽ നമുക്ക് ചില സമയത്തൊക്കെ വക്രത ഇല്ലാതെയും പെരുമാനവും അറിയുകയും ചെയ്യാം അല്ലേ. നമുക്ക് വളച്ചു കെട്ടാതെയൊക്കെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് അറിയാൻ പാടില്ലായൊന്നുമില്ല. അപ്പൊ ഈ ഗുണവും എപ്പോഴെങ്കിലും പ്രകടമാക്കാറുണ്ടെന്നർത്ഥം. പിന്നെ പരപീഡ ചെയ്യാന്ന് പറയണത് എപ്പോഴും എല്ലാവരുടെയും സ്വഭാവമൊന്നും അല്ല അല്ലേ. എപ്പോഴും 24 മണിക്കൂറും ആരെങ്കിലൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ പറ്റും. അവന്റെ കൂടെ നിൽക്കുന്നവരെ, അവന്റെ കൂടെയുള്ളവരെയൊക്കെ പീഡിപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ പരപീഡ ചെയ്യാതിരിക്കാനും നമുക്ക് അറിയാമെന്നർത്ഥം. ആവശ്യാനുസരണം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അപ്പോഴാണ്. നമ്മുടെ ഇച്ഛയ്ക്ക് നിൽക്കാത്തവരെ ബുദ്ധിമുട്ടിക്കൂ. അവസരം കിട്ടുമ്പോഴൊക്കെ ഭാരവിക്കുക. അതാണ് പരപീഡ എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം അല്ലേ. പിന്നെ എന്ത് ചെയ്താലും പിടിക്കില്ല. അവനൊരു നല്ല കാര്യം ചെയ്താൽ പോലും അവനെ പീഡിപ്പിക്കും. ചീത്ത പറഞ്ഞിട്ടെങ്കിലും പേടിപ്പിക്കും. വെറുതെ പീഡിപ്പിക്കല. ഒരു കാര്യമില്ലാതെ പേടിപ്പിച്ചാൽ അതും പീഡിപ്പിക്കില്ല. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പാലിക്കാത്തവരുണ്ടാവും. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് സത്യത്തെ പാലിക്കുന്നു. സത്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ എല്ലാവർക്കും അറിയാം. ഇല്ലായൊന്നുമില്ല. അത് സ്ഥിരമായ ഒരവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ആ ദൈവീയ സമ്പത്തിൻ്റെ പ്രഭാവം നമ്മൾ അറിയാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യദീക്ഷ എന്ന് പറയുന്നതും നമ്മുടെ ജന്മം തന്നെ ഒരു സത്യമല്ലേ. മരണവും സത്യമല്ലേ. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നതും സത്യമല്ലേ. അപ്പൊ സത്യസ്യ സത്യം എന്ന് ഭാഗവതം പറയുന്നുള്ളൂ. ഒരു ശ്ലോകം മുഴുവൻ സത്യം കൊണ്ടാ. അതുകൊണ്ടാണ് സത്യം പരം ധീമകി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ദേഷ്യം വരാണ്ടോ? ക്രോധമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും ഒന്നും ദേഷ്യമൊന്നും വരില്ല അല്ലേ. വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ. ആ ദേഷ്യം വന്നാലും പോകാതിരിക്കലുമില്ല ഇല്ല. ദേഷ്യം വന്നാലും എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ശുണ്ടിയും ദേഷ്യമായിട്ടിരിക്കുന്ന ആരും കണ്ടോ? ഒന്നുമില്ല. അപ്പൊ ക്രോധമില്ലായ്മയും നമുക്കുണ്ട്, ഇല്ലായൊന്നുമില്ല. അവസരോചിതമായിട്ട് പറയും. പിന്നെ ത്യാഗമനോഭാവവും ഇല്ലായൊന്നുമില്ല. നമുക്ക് ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കും അല്ലേ.
അപ്പോൾ ത്യാഗമനോഭാവം നമുക്കുണ്ട്, ഇല്ലായൊന്നുമില്ല. അത് നിരീശ്വരവാദിക്കുണ്ട്, യുക്തിവാദിക്കുണ്ട്, ഈശ്വര കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കുണ്ട്, ഇല്ലായൊന്നുമില്ല. ഈ പ്രപഞ്ച സൃഷ്ടിയിലൊക്കെ ത്യാഗമനോഭാവം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ഒന്നും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കില്ല. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ത്യജിക്കാതെ കൊടുക്കാൻ പറ്റും. ഏത് കാര്യത്തിനും നിങ്ങളിപ്പം ഇഷ്ടമുള്ളവരുടെ ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ പോവുക? അത് അമ്പലത്തിൽ പോകണമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് പോകണം. ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും ഇഷ്ടമുള്ളവരുടെ അടുത്ത് പോകണമെങ്കിലും ത്യാഗമനോഭാവം. അപ്പം ഒന്നും ത്യജിക്കാതെ ഒരാൾക്ക് ദാനം കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ത്യാഗമനോഭാവം അവസരോചിതമായിട്ട് എല്ലാവരിലും ഉണ്ട്, ഇല്ലാത്തതല്ല എന്നർത്ഥം. അക്ഷോഭ്യത എന്ന് പറഞ്ഞാൽ എന്താ? വികാര വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കുക, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതായത് ടെൻഷൻ ആകാതിരിക്കുക, എല്ലാത്തിനും ഒരു പക്വതയോടെ ഇരിക്കുന്നതിനാണ് അക്ഷോഭ്യത എന്ന് പറയുന്നത്. ആസക്തി ഇല്ലാതിരിക്കുക. ആസക്തി എന്ന് പറയുന്നത് എന്താ? അത്യാഗ്രഹം. എല്ലാ കാര്യത്തിലൊന്നും അത്യാസക്തി ഒന്നുമില്ല. എത്ര കിട്ടിയാലും മതി വരില്ല എന്ന് പറയണ്ടോ? പക്ഷെ ഇഷ്ടമുള്ള ഭക്ഷണം തന്നു എന്ന് വിചാരിച്ച് വയറ് നിറഞ്ഞവരല്ലേ കഴിക്കുള്ളൂ. അത് കഴിയുമ്പോഴോ ഇല്ലേ പിന്നെ ചൈനക്കാരുടെ കൂട്ടാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവര് വീണ്ടും കഴിക്കണമെന്ന് തോന്നിയാൽ തൊണ്ണയിൽ വിരലിട്ടിട്ട് കഴിച്ചതൊക്കെ ഛർദ്ദിക്കും, എന്നിട്ട് പിന്നെയും കഴിക്കും. ഇങ്ങനെയുണ്ട് ആസക്തി. ജന്മസിദ്ധമായിട്ട് മനുഷ്യന് ഇതൊക്കെ എക്സ്ട്രാ ഓർഡിനറി കേസസാണ്. ഈ തൊണ്ണയിൽ വിരലിട്ടൊരു ഭക്ഷണം കഴിച്ചൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ ഛർദ്ദിച്ചിട്ട് പിന്നെയും കഴിക്കുക എന്ന് പറയുന്നത് അതൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ് പറയാം. ശരി, അങ്ങനെയൊന്നും നോർമലി ലോകത്തിൽ മനുഷ്യരെ കാണുന്ന കുറവാണ്. ചൈനയിൽ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. ആസക്തി കൂടിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പം. അത് ഭക്ഷണത്തിലോ മറ്റു കാര്യങ്ങളിലോ കിട്ടിയിട്ട് പോരാതെ വരിക, ഇനിയും വേണം തോന്നുക, അതാണ് ആസക്തി എന്ന് പറയുന്നത്. അതില്ലാതിരിക്കുക, ഇല്ലാതിരിക്കാറുമുണ്ട്. നോർമലി ആർക്കും ലിമിറ്റ് കൂടുതലൊന്നും ആസക്തി എപ്പോഴും ഒന്നും പ്രകടമാകില്ല ജീവിതകാലത്ത്, അല്ലേ? പിന്നെ പരദൂഷണം ചെയ്യാന്നുകൊണ്ട് നമ്മുടെ ജന്മസിദ്ധമായൊരു സ്വഭാവം, മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ചാരി നിൽക്കുക, ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആധ്യാത്മികതയുള്ളവരുണ്ട്, നിരീശ്വരവാദികളും ചെയ്യും, ഈശ്വരവാദികളും ചെയ്യും, യുക്തിവാദികളും ചെയ്യും, ഭക്തിവാദികളും ചെയ്യും. അതില്ലാതിരിക്കണം. എന്നാൽ എപ്പോഴും പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കായിരിക്കും? അതുമല്ല. അപ്പോൾ പരദൂഷണം ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. അതൊക്കെ അവസരോചിതമായിട്ട് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് യുക്തിസഹിതമായിട്ടൊക്കെ തീരുമാനിച്ച് ചെയ്യാറുണ്ട്. അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാം. ഇതൊക്കെ പോസിറ്റീവാണ് പറയുന്നത്. ചെയ്യാതിരിക്കുക, നിർഭയത്വം എന്ന് പറഞ്ഞാൽ ഭയമില്ലാതിരിക്കുക, അന്ധകരണ ശുദ്ധി നേടുക, അധ്യാത്മ നിഷ്ഠ, ജ്ഞാനയോഗത്തെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഈശ്വര വചനങ്ങൾ, ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക തത്വങ്ങളെ ആയിരിക്കും അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കേണ്ടത്. അതൊക്കെയാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബലം പിടിച്ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ സ്വഭാവം ആധ്യാത്മികമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ദൈവിക സമ്പത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ പ്രകടമാകാൻ തുടങ്ങും. പരദൂഷണം ചെയ്യുന്ന സ്വഭാവം കൂടുമ്പോൾ ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ബോധം വരും, ഇനി പറച്ചിൽ നിർത്തിക്കോളൂ, നാമം ജപിക്കൂ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബോധം ഉണ്ടല്ലോ, ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടെന്നർത്ഥം. ചിലപ്പോൾ ചെയ്യാനുള്ളതായിരിക്കും കൂടുതൽ. പരദൂഷണം പറഞ്ഞ് അത് ചെറുപ്പം പോലെ ഇങ്ങനെ കേൾക്കല്ലേ, അത് കേട്ട് 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 മറ്റൊരാളുടെ കുറ്റം അപ്പുറത്ത് പറയുന്ന വലിയൊരു സുഖം ലഭിക്കുന്നതാണെന്ന് തോന്നിയാൽ ഒരു സുഖം. അത് വെറുതെ സത്യത്തിൽ നടന്ന സംഭവമാണെങ്കിലും മസാല ചേർത്ത് പറയും. അതാണ് ഏറ്റവും വലിയ പരദൂഷണം. നടന്ന സംഭവം നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ കണ്ടതാന്ന് പറയും. ചിലപ്പോൾ ആ പരിസരത്തുണ്ടാവില്ല. പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണ ഇതാണ് പരദൂഷണം. നിങ്ങൾ കണ്ട കാര്യം അതേപടി പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ മസാല ചേർത്ത് പറഞ്ഞാൽ അതാണ് പരദോഷം. പൊടുപ്പും തൊങ്ങലും ചേർത്തിട്ട് പറയുമ്പം അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞൊപ്പിക്കണം. മനസ്സിലായി?
അത് അവനവന്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ടാ, ഞാനെന്ന ഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാ. ഈ പരദൂഷണം ചെയ്യുന്നതും കേൾക്കാനും ഇഷ്ടമുള്ളത് ആരായിരിക്കും? എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ ആരെങ്കിലും കുറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എൻ്റെ ശത്രുഭാവത്തിലുള്ളവരുടെ കുറ്റം ഇങ്ങനെ നിറയെ കേട്ടാൽ വലിയ സന്തോഷമാണ്. അങ്ങനെ ഈ പരദൂഷണം പ്രചരിക്കാൻ കാരണം അതാ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, നിവൃത്തിയുള്ളിടത്തുള്ള. അത് അവനവൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കാര്യം പറയുന്നുണ്ടാവും എന്ന് വിചാരിച്ചോളാം. നിങ്ങളിപ്പോൾ ഒരാളുടെ കാര്യം കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ചിലപ്പം നിങ്ങളെപ്പറ്റി പറയുന്നുണ്ടാകും. അതും പരദൂഷണമാണല്ലോ. നിങ്ങൾ ഒരാളെ ഇഷ്ടം തോന്നിയിട്ട് അവരോട് ഈ രഹസ്യമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ തന്നെയായിരിക്കും ഇന്നയാളാ എന്നോട് പറഞ്ഞു, അത് പരദൂഷണമായിട്ട് മാറും. നിങ്ങൾ പറഞ്ഞതിനപ്പുറം കുറച്ചുകൂടെ മസാലയും കൂടെ ചേർത്തിട്ട് അവർ മൂന്നാമതൊരാളോട് പറഞ്ഞാലോ നിങ്ങളുടെ പരദൂഷണമാണ് പ്രചരിക്കുക. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെപ്പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്നവരാണ്, ഇല്ലേ, അനുഭവിച്ചിട്ടുള്ളവരാണ് മറ്റുള്ളവരും. ഇല്ലെങ്കിൽ ആരെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരോടൊരു കരുണ, ഒരു മനസ്സലിവൊക്കെ ഉണ്ടാകും. ഇത് നമുക്ക് ഉണ്ടാകാറൊക്കെ ഉണ്ട്. എപ്പോഴും ആധ്യാത്മികയിൽ വരുന്നവർക്ക് മാത്രമൊന്നുമല്ല ഈ കരുണയൊക്കെ ഉള്ളത്. മനസ്സലിവ്, മറ്റുള്ള ദുഃഖിക്കുന്നവരോട്. ഇപ്പൊ ഈ ഭക്തിയൊന്നും ഇല്ലാത്തവരും എത്രയോ പേരെ സഹായിക്കുന്നുണ്ട്, ഇല്ലേ? ഈശ്വരനെ പോവോ, പള്ളിയിൽ പോവോ, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോവോ, സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയോ, ഈശ്വരനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ മറ്റുള്ളവർ ദുഃഖിക്കുന്നവരെ സഹായിക്കാൻ പുറപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഉണ്ട് ഈ മനസ്സലിവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈശ്വരീയ ഗുണങ്ങളെ പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ട് ജീവിക്കാനേ സാധ്യമല്ല. ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. മറ്റു പക്ഷിമൃഗാദികൾക്ക് പോലും ഉണ്ട് ഈ മനസ്സലിവ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ലജ്ജിക്കാത്തവരുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാൻ പറ്റാത്തത് പ്രകടമാക്കുമ്പോഴുണ്ടാകുന്ന വൈക്ലപ്യത്തെയാണല്ലോ ഈ ലജ്ജ എന്ന് പറയുന്നത്, നാണക്കേട്. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രകടമാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈശ്വരന് മുമ്പിൽ പോലും ഗോപസ്ത്രീകള് വസ്ത്രമില്ലാതെ ചെല്ലാൻ പറഞ്ഞിട്ട് അവർക്ക് ലജ്ജ ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ അവനവന്റെ നഗ്നത മറയ്ക്കലും ഒരു തരത്തിൽ ലജ്ജ തന്നെയാണ്. വസ്ത്രം ഇല്ലാതെ നടക്കണമെങ്കിലും ലജ്ജ ഇല്ലാതെ വേണം. അപ്പൊ ലജ്ജ ഉണ്ടാകണം എന്നാ പറയണേ. പ്രത്യേകിച്ചും പ്രകൃതിയിലും ഈ ജലത്തിലും ഒന്നും വിവസ്ത്രരായിട്ട് ഇറങ്ങരുതെന്നാ പറഞ്ഞ, പ്രകൃതിയിലും. എന്നാൽ ചില നിങ്ങൾ ചോദിക്കും, ചില സന്യാസിമാരൊക്കെ വസ്ത്രം ഇല്ലാതെ നടക്കും. ദേഹബോധത്തെ വിട്ട് നടക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവധൂതന്മാർക്ക് വസ്ത്രം ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാറുണ്ടോ? ചിലര് സമതിലം, അവധൂതൻ പറഞ്ഞാൽ ഒരു തരത്തിൽ മാനസിക നില തെറ്റിവരാണെന്ന ബാക്കിയുള്ളവരും കണക്കാക്കുക. അതല്ലാതെ മാനസിക നില ശരിക്കും തെറ്റി വരും വിവസ്ത്രരായിട്ടൊക്കെ നടക്കുന്നത് കാണാം. അവർക്കും ലജ്ജ എന്ന് പറയുന്ന സമ്മതി ഒന്നുമില്ലല്ലോ ആ സമയത്ത്. പക്ഷെ ലജ്ജ ഉണ്ടാകണം എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ തോന്നിവാസാവും. എന്ത് ചെയ്യാൻ മടിയില്ലാതെ നടക്കാന്ന് പറയാനും അധർമ്മം ചെയ്യാൻ, ഇല്ലെങ്കിൽ സമൂഹത്തിന് പറ്റാത്ത കാര്യം ചെയ്യുന്നത് ലജ്ജ ഉണ്ടാകണം എന്നാണ്. അത് ഒരു ഈശ്വരീയ ഗുണ, ഒരു ഭാഗമാണ്. പിന്നെ ചഞ്ചലാവസ്ഥ ഇല്ലാതിരിക്കുക, ചാബല്യം ഇല്ലാതിരിക്കുക, നമുക്ക് ടെൻഷൻ അല്ലാതിരിക്കുന്ന സമയമൊക്കെ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. ചഞ്ചലാവസ്ഥ ഇല്ലാത്ത സമയങ്ങളും എല്ലാവർക്കും ഒക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈശ്വരൻ്റെതായ തേജസ്സും മുഖപ്രസാദവും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ മുഖത്ത് നോക്കിയാൽ പ്രകടവും, എപ്പോഴും എല്ലാ ദിവസവും ഒരേ ഭാവമൊന്നുമല്ല ഓരോരുത്തരുടെയും മുഖത്ത് കാണാനുള്ളത്. അപ്പം ആ ഈശ്വരൻ്റെ ശക്തി അകത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തേജസ് എപ്പോൾ വേണേലും പുറത്തു വരാം. മുഖപ്രസാദം, അതാണ് തേജസ് എന്ന് പറയുന്നത്.
ക്ഷമാശീലവും നമുക്കുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ക്ഷമിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. അപ്പം ക്ഷമാശീലമുണ്ട്. ആ നിർഭയത്തെ എപ്പോൾ ഉണ്ടാകുന്നു അവനൊരു ധൈര്യം ഉണ്ടാകും. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അനങ്ങാതെ ഇരിക്കുന്ന മടിയനായിട്ടിരിക്കണമെങ്കിലും 5 പൈസയുടെ പണിയെടുക്കാതെ ഇരിക്കണമെങ്കിലും അതിനൊരു ധൈര്യം വേണം. മനസ്സിലായില്ലേ? വെറുതെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനും വേണ്ടേ ഒരു ധൈര്യം. യാതൊരു ലജ്ജയില്ലാതെ ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക. 5 പൈസയുടെ പണിയെടുക്കാതെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനും വേണം ഒരു ധൈര്യം. ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കാനും വേണം ഒരു ധൈര്യം. ആര് പറഞ്ഞാലും കേൾക്കുന്നതിനും വേണം ധൈര്യം. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ അവസരോചിതമായിട്ട് നമ്മളിൽ പ്രകടമാകാറൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ആർക്കും ബാധിക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്കില്ല എന്ന്. ഞാൻ ഒരിക്കലും ഇതൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയാൻ ആർക്കും സാധ്യത. ദ്രോഹബുദ്ധി ഇല്ലാതിരിക്കുക. നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരോട് നമ്മൾ ദ്രോഹബുദ്ധി ഒന്നും കാണിക്കൊന്നുമില്ല. അപ്പൊ ദ്രോഹബുദ്ധി ഇല്ലാതെ നമ്മൾ പെരുമാറാനൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുക. വല്ലപ്പോഴെങ്കിലും ഞാനെന്ന ഭാവമൊന്നും കേമത്വമൊന്നും കാണിക്കാതിരിക്കുന്ന അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ 26 ഗുണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നമ്മൾ ഒരു നിരീശ്വരവാദിയായാലും യുക്തിവായാലും മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്പം ഈ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഗുണങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെന്നോ ഒന്ന് റീക്ലൈറ്റ് അനലൈസ് ചെയ്തൊന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് സായി ആയിട്ടുള്ള സ്വഭാവത്തിൽ ഈ പറയുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ളത് ഒരു ലിസ്റ്റ് വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കിക്കൊള്ളൂ. എന്നിട്ട് ഇതിലെന്തൊക്കെ നമുക്ക് ഉണ്ടെന്നുള്ളത് ടിക്ക് ചെയ്യും, അതിനെ പോഷിപ്പിക്കുകയും വേണം. ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കൂടെ വേണം. അപ്പോൾ ദൈവിക സമ്പത്തിൻ്റെ ആധികാരികമായിട്ടുള്ള സ്വഭാവം നമുക്ക് പോഷിപ്പിക്കപ്പെടുന്ന. ഇനി ഇതിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ 26 ഗുണങ്ങൾ ദൈവിക സമ്പത്താണ്. ഇതോടുകൂടിയാണ് 26 ഗുണങ്ങളും നമ്മൾ ജനിക്കുമ്പോൾ മനുഷ്യജന്മം കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനുണ്ട്. വിശേഷ ബുദ്ധി മനുഷ്യനുള്ളത് കൊണ്ട് ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇത് ആ ദൈവിക സമ്പത്തിനെ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മനുഷ്യജന്മം തന്നെ കിട്ടും. അനേക ജന്മങ്ങളിൽ ഉള്ള അച്ചീവ്മെൻ്റ് ആണ് മനുഷ്യജന്മത്തിന് ഈ ദൈവിക സമ്പത്ത് 50% ആസുരി സമ്പത്ത് ഈക്വലൈസ് ചെയ്ത് തരുന്നത്. ഇതിന് വിരുദ്ധമായിട്ടുള്ള 26 ഗുണങ്ങളിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പ്രകടമായാൽ അതൊക്കെ ആസുരി സമ്പത്താണ്. ഇനി ഈ പറയുന്ന ദൈവിക സമ്പത്ത് നമ്മളെ കയ്യിലുണ്ട്, ഇതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ ആ അജ്ഞത കൊണ്ട് അപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്ന എന്തായിരിക്കും? ആസുരി സമ്പത്തായിരിക്കും. ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ ആസുരി സമ്പത്തിന്റെ പ്രഭാവം വർദ്ധിച്ചാൽ ഈ ദൈവിക സമ്പത്തിന്റെ എഫക്റ്റ് കുറയും. അതിനെ മൂടി വെക്കലായിരിക്കും. നമ്മളിപ്പോൾ ഒരു കേമായിട്ട് നല്ല വോൾട്ടേജ് ഒരു ബൾബ് ഇട്ടിട്ട് അതിനെ മറയ്ക്കാൻ എന്തെങ്കിലും മറ കൊണ്ട് ഇട്ടാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ വെളിച്ചം കാണില്ലല്ലോ പൂർണ്ണമായിട്ട്. അപ്പൊ ഇനി അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. ദംഭോ ദർഭോ അഭിമാനശ ക്രോധ പാരുഷ്യമേവജ അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഹേ പാർത്ഥ, അർജുന, ദംഭം ഒറ്റ ശ്ലോകത്തിൽ ആസുരി സമ്പത്തിന്റെ പ്രഭാവത്തെ ഭഗവാൻ പറയാണ്. ദംഭോ ദർഭോ അഭിമാനച്ഛ ക്രോധ പാരുഷ്യമേവജ അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരി. ഹേ പാർത്ഥ, ദംഭം തന്നിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നടിക്കുക, അതാണ് ഡംഭ്. ദർപ്പം ധനാദികളുള്ള മതം. അഭിമാന ക്രോധ ദുരഭിമാനം. അഭിമാനമാകാം, പക്ഷെ ദുരഭിമാനം വന്നാലോ അത് ആസുരി സമ്പത്തായിട്ട് മാറും. ക്രോധവും ആസുരി സമ്പത്താണ്. പാരുഷ്യം അജ്ഞാനത, പരുഷത, അവിവേകം, ഇവയൊക്കെ
ആസുരീ സമ്പദം, ആസുരീ സമ്പത്തിന് അർഹനായിട്ട് ജനിച്ചവനുണ്ടാകുന്നു. അഭിജാതസ്യ ഭവന്തി, ജനിക്കുമ്പോൾ തന്നെ ആസുരീ സമ്പത്തോടുകൂടി ജനിച്ചവനുണ്ടെന്നർത്ഥം. ഹേ അർജുന, തനിക്കില്ലാത്ത ഗുണങ്ങൾ തനിക്കുണ്ടെന്ന് നടിക്കല്, ധനം, വിദ്യ തുടങ്ങിയുള്ള മതം, ദുരഭിമാനം, കോപം, ക്രൂരമായ വാക്കും പ്രവൃത്തിയും, അവിവേകം, ഇവയൊക്കെ ആസുരി സമ്പത്തിന് അർഹനായിട്ട് ജനിച്ചവനുണ്ടാകുന്നു. ഇവയെല്ലാം ആസുരി സമ്പത്താണെന്ന് സാരം. സദ്ഗുണ സഞ്ചയമാണ് ദൈവിക സമ്പത്ത്, ദുർഗുണ സഞ്ചയമാണ് ആസുരി സമ്പത്ത്. ഇനി ആസുരി സമ്പത്തും ഈ ദൈവീയ സമ്പത്തും രണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ആവശ്യം അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ ദൈവിക സമ്പത്ത് പോഷിപ്പിക്കപ്പെടും, ചില സമയത്ത് നമ്മുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് അവസരോചിതമായിട്ട് ആസുരി സമ്പത്ത് പോഷിപ്പിക്കപ്പെടും. ആസുരി സമ്പത്ത് പോഷിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ പരിണത ഫലങ്ങളാണ് ദുഃഖങ്ങളും സമാധാന ഇല്ലായ്മയും ഉണ്ടാക്കാൻ കാരണം. ഈ ആസുരി സമ്പത്തിന്റെ ഉപയോഗം നടപ്പിലാക്കണമെങ്കിലും ദൈവീക സമ്പത്തിന്റെ യൂട്ടിലൈസേഷൻ ഇല്ലാതെ നടപ്പാക്കാൻ പറ്റും. അതിനാണ് 50% നിജപ്പെടുത്തി വെച്ചേക്കണം. ഇഷ്ടംപോലെ ജീവിച്ചോളാൻ പറഞ്ഞു. നമ്മൾ ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അവസ്ഥ, ഈ ആസുരി സമ്പത്തിന്റെ പ്രഭാവം നമ്മളിൽ അപ്പം തന്നെ പ്രകടമാകും. അത് പ്രകടമാകാനുള്ള അനുഭവം എത്തുമ്പോൾ നമ്മൾ ഡംബ് കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചില്ലേ, തനിക്കില്ലാത്ത ഗുണങ്ങൾ നമ്മൾ കാണിക്കും. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടേ. ഇല്ലാത്ത ഗുണങ്ങൾ ഞാനാ അത് ചെയ്ത് ഇത് ചെയ്യുന്ന പറയും. എന്നാ ഇപ്പൊ ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ കുടുങ്ങും. സാധാരണ ആരും അങ്ങനെ പറയാറില്ല എന്ന് വെച്ചോ അല്ലേ. ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അടിക്കും. ഇത് ചില സമയത്തൊക്കെ നമ്മൾ കാണിക്കുന്ന അർത്ഥം. നമുക്കില്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് നടിക്കാനൊന്നും വിഷമമില്ലല്ലോ. പിന്നെ ധനം, വിദ്യ തുടങ്ങിയുള്ള മതം, കുറച്ച് ധനപരമായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലോ, കുട്ടികൾക്ക് വരെ ഉണ്ടാകാറുണ്ട്. നന്നായിട്ട് പഠിച്ച എല്ലാവരും ക്ലാസ്സിൽ ടോപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മതം കാണിക്കും. എൻ്റെ കേമത്തം കാണിക്കാന്നർത്ഥം. എൻ്റെ പിന്നിലുള്ള ബാക്കിയുള്ളവർ ഞാൻ മുമ്പനാണ് എന്നുള്ള ഭാവം. അഭിമാനമാകാം, പക്ഷെ ദുരഭിമാനം അത് ആസുരി സമ്പത്തായിട്ട് മാറും. ക്രോധമില്ലാതിരുന്ന ദൈവീയ സമ്പത്താ, ക്രോധം ഉണ്ടായാലോ അത് ആസുരി സമ്പത്താ. അതായത് ഈശ്വരീയ ഗുണങ്ങൾ 26 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമുക്കുണ്ടോ അത് ആസുരി സമ്പത്താണ്. ക്രൂരമായ വാക്കും പ്രവൃത്തിയൊക്കെ ദേഷ്യം വന്നാൽ ഉണ്ടായിക്കോളും. അത് ഉണ്ടാക്കൊന്നും വേണ്ട. മനസ്സിലായില്ലേ? നമുക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഈ തരത്തിലേ വാക്കും പ്രവൃത്തിയും വരൂ. ക്രൂരമായിരിക്കും, കൊല്ലാതെ കൊല്ലും ചിലപ്പോൾ വാക്കുകൊണ്ട്. എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അവിവേകത്തോട്, അറിയേണ്ട വിധത്തിൽ അറിയാതെ ചെയ്താൽ അത് അവിവേകത്തോടുകൂടി പ്രവർത്തിക്കാന്ന് പറയും. ഇത് ആസുരി സമ്പത്ത, വിവേകത്തോടുകൂടി പ്രവർത്തിക്കുക. ഈ പറയുന്ന നെഗറ്റീവ്സ് ഒക്കെ ആസുരി സമ്പത്തോടു കൂടി ജനിച്ചവന് പ്രകടമാകുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സ്വയം ദൈവിക സമ്പത്തോടു കൂടിയാണ് ആസുരി സമ്പത്തോടു കൂടിയാണ് ജനിച്ചേക്കണമെന്ന് തിരിച്ചറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. സദ്ഗുണ സഞ്ചയമാണ് ദൈവിക സമ്പത്ത്. ആസുരി സഞ്ചയം അല്ലെങ്കിൽ ദുർഗുണ സഞ്ചയമാണ്
ആസുരി സമ്പത്ത്. അതാരാ അവിടെ വന്ന് നിൽക്കുന്നത് നോക്കും. ഷാജിയാ, ഇന്നും കൊണ്ടാണോ വന്നത്? ചിലപ്പോൾ പാത്രം കൊണ്ട് വന്നതാണെന്ന് അറിയില്ല. ചോദിച്ച് തുറക്കോളും. താക്കോല് അവിടെ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ അവരുടെ ചിലപ്പോൾ പാത്രം കൊടുത്തിട്ടുണ്ട്. എന്നാ ഇപ്പുറത്ത് വരണ്ട, അവിടെ വരണ്ട. എന്തായാലും നോക്കട്ടെ. ദേവീ സമ്പത്തി മോക്ഷായ നിബന്ധയാം ആസുരി മത മാസുര സമ്പദം ദേവി അഭിജാതോ അസി പാണ്ഡവ. ദൈവിക സമ്പത്ത് വിമോക്ഷായ, ദൈവീയ സമ്പത്ത് മോക്ഷത്തിനും ആസുരി നിബദ്ധായ മത, ആസുരി സമ്പത്ത് ബന്ധനത്തിനും കാരണമായി സമ്മതമായി എന്ന് പറയുന്നു. പാണ്ഡവ അർജുന ദൈവീ സമ്പദം അർജുന അഭിജാതി അസി, നീ പേടിക്കണ്ട, നീ ദൈവീയ സമ്പത്തോടുകൂടി ജനിച്ചവനാണ് എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. അപ്പം നമ്മളൊക്കെ ഏത് സമ്പത്തോടുകൂടി ജനിച്ചവനാ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ആസുരി സമ്പത്തോടു കൂടിയാണോ അതോ ദൈവിക സമ്പത്തോടു കൂടിയാണ് ജനിച്ചേക്കണേ? എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ, ഞാൻ ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചേക്കണം. നിങ്ങളും ഇതൊക്കെ കേൾക്കാനിരിക്കുന്നവർ നിങ്ങളും ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവരാ. ഇല്ലെങ്കിൽ ഇതിനൊന്നും കേൾക്കാനൊന്നും തയ്യാറായിട്ട് വരില്ല. ദൈവിക സമ്പത്ത് മോക്ഷകാരണമാണ് എന്ന് പറഞ്ഞാൽ ഈ ജന്മം തന്നെ മോക്ഷം കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ടേ. ഡെവലപ്പ് ചെയ്ത് വരണം. പൂർണ്ണമായിട്ട് ദൈവിക സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അപ്പോഴാണ് അത് പോഷിപ്പിക്കപ്പെടും. ആസുരി സമ്പത്ത് ഉണ്ടായിട്ട് നശിക്കുന്നതാണ്, അതിനെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഒരിക്കലും വിശ്വസിക്കരുത്, ഡിപ്പെൻഡ് ചെയ്യാനും പാടില്ല. ഈ ശരീരമടക്കം എപ്പോഴാ വീണു പോണേന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പാകുന്ന വരെ ഇതിരിക്കണം നിർബന്ധമൊന്നുമില്ല. കർമ്മം എപ്പോൾ കഴിഞ്ഞോ അപ്പോൾ വീണു പോകും. ചിലപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർന്നാൽ അപ്പോൾ വീണു പോകും. അതിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ ഒരു ഗുണം എന്താ? ഇനി കർമ്മം തീർന്ന് ഈ ജന്മം കൊണ്ട് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ അവസാനിച്ചാൽ ഈ ശരീരം ഉപേക്ഷിക്കപ്പെടും. കർമ്മം പിന്നെയും ബാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ശരീരം കിട്ടുകയും ചെയ്യും. അപ്പൊ ദൈവീയ സമ്പത്തിന്റെ പോഷണം തുടങ്ങിയാൽ പിന്നെ അനുജന്മങ്ങളും ദൈവീയ സമ്പത്തോടു കൂടിയായിരിക്കും ജനിക്കുക എന്നർത്ഥം. അഥവാ ആസുരി സമ്പത്തിനാണ് പോഷിപ്പിച്ച് ജീവിക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ ആസുരി സമ്പത്തിന്റെ പോഷണത്തോടു കൂടിയ ശരീരമായിരിക്കും കിട്ടുക. ദൈവീയ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മള് മോക്ഷപദത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. എപ്പോ പക്വത വരുന്നോ ഈശ്വരനിലേക്ക് ലയിക്കുകയും ചെയ്യും. 26 ഗുണങ്ങളെ പൂർണ്ണമായിട്ട് നമ്മുടെ യൂട്ടിലൈസേഷനിലായാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇവിടെ ചുറ്റിത്തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. 26 ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകാൻ ആയാൽ പിന്നെ മോക്ഷം എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്തപ്പെടും എന്നർത്ഥം. ആസുരി സമ്പത്ത് വർദ്ധിച്ചാലോ, അത് പോഷിപ്പിച്ചാലോ അത് ബന്ധകാരണമായിട്ട് മാറും. അതുകൊണ്ട് നീ പേടിക്കേണ്ട അർജുന, നീ ദൈവീയ സമ്പത്തോടുകൂടി ജനിച്ചവനാണെന്ന് ഭഗവാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതൊന്നുമില്ല. ദൗ ഭൂതസർഗോ ലോകേ അസ്മിൻ ദൈവ ആസുര ഏവജ ദൈവോ വിസ്തരശ പ്രോട്ട അസുരം പാത്തും മേൻസണു. ഇനിയാണ് ഭഗവാൻ ഇതിപ്പോ ദൈവീയ സമ്പത്തിനെ പറ്റി വിസ്തരിച്ചു 3 ശ്ലോകത്തിലൂടെ. ആസുരി സമ്പത്ത് എന്താണെന്ന് വെളിപ്പെടുത്തി. പിന്നെ അത് കേൾക്കുന്ന ആളോട് പറഞ്ഞു, നീ സംശയിക്കൊന്നും വേണ്ട കേട്ടോ, ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവനാ, അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇനി ആസുരി സമ്പത്തിനെ പറ്റി ഞാൻ വിസ്തരിച്ച് പറയാൻ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്.
നമ്മൾ ആസുരി സമ്പത്ത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കോളാം. ഇതൊരിക്കലും പോഷിപ്പിക്കരുത്. ഇനി ദൗഭൂതസർഗോ ലോകേ അസ്മിൻ ദൈവ ആസുരേവജ ദൈവോ വിസ്തരസ പ്രവർത്ത ആസുരം പാർത്തമേ ശൃണു. പാർത്ഥ അസ്മിൻ ലോകേ, അർജുന ഈ ലോകത്തിൽ, ദൈവ ആസുരേവജ ദൈവമെന്നും ആസുരമെന്നും, ദൗഭൂതസർഗോ രണ്ടു തരം ഭൂതസൃഷ്ടികളുണ്ട്. ദൈവീ സമ്പത്തോടു കൂടിയവരെ കുറിച്ചും വിസ്തരിച്ച് ഞാൻ പ്രോക്തഹ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു, പറയപ്പെട്ടു. ആസുരി മേം ശൃണു, ഇനി ആസുരി സമ്പത്തോടു കൂടിയവരെ പറ്റി എന്നിൽ നിന്ന് കേട്ടാലും. അല്ലയോ അർജുന, ഈ ലോകത്ത് ദൈവീയ സമ്പത്തുള്ളവരായിട്ടും ആസുരി സമ്പത്തുള്ളവരായിട്ടും രണ്ടു തരം മനുഷ്യരുണ്ട്. അതിൽ ദൈവിക സമ്പത്തുള്ളവരെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആസുരി സമ്പത്തോടു കൂടിയവരെ കുറിച്ച് ഞാൻ പറയാം, കേട്ടുകൊള്ളുക. 9-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകത്തിൽ ആസുരി പ്രകൃതിയെ കൂടാതെ രാക്ഷസി പ്രകൃതിയെയും സൂചിപ്പിച്ചിരുന്നു. ഈ രാക്ഷസി പ്രകൃതി ആസുരി ഭാവത്തിൽ അന്തർഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അതിനെക്കുറിച്ച് വേറിട്ട് ആ ശ്ലോകത്തിൽ, അതായത് 9-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് വേറിട്ട് പറയാത്തത്. ഇനി ആസുരി സമ്പത്തിനെ പറ്റി പറയാം, കേട്ടുകൊള്ളുക. ഇത് നമ്മുടെ അറിവിലേക്കാണ്, ഇത് നേടാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കയ്യിൽ മനുഷ്യർ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ആസുരി സമ്പത്തോടു കൂടിയവരുമുണ്ട്, ദൈവിക സമ്പത്തോടു കൂടി ഉണ്ട്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയാൻ പഠിക്കാം. അവനവനെ അനലൈസ് ചെയ്യുക. ഞാൻ ദൈവിക സമ്പത്തോടു കൂടി ആസുരി സമ്പത്തോടു കൂടിയാണ് ജനിച്ചേക്കണേ. പിന്നെ നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അവരോട് പറയുമൊന്നും വേണ്ട, എന്നാലും അവരെ വാച്ച് ചെയ്യുക. അവർ ആസുരി സ്വഭാവം കാണിക്കുന്നവരാണോ, ആസുരി സമ്പത്തോടു കൂടി ജനിച്ചവരാണോ അല്ലയോ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അവരോട് പറയാനൊന്നും പോയേക്കരുത്. നീ ആസുരി സമ്പത്തോടു കൂടി ജനിച്ചവനാണെന്നും പറയാൻ പ്രശ്നമാവും. എന്താന്ന് തന്നെ അറിയില്ല, എന്നാലും അതിൽ നിന്ന് പുറപ്പെടാൻ നമുക്കത് പഠിക്കാൻ ഉപയോഗിക്കാമെന്നർത്ഥം. അതിനെക്കുറിച്ച് വേറിട്ട് പറയാതിരുന്നത് ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തൊക്കെയാണ് നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് നമ്മളെ കർമ്മബന്ധനത്തിൽപ്പെടുത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ഈ ആസുരി സമ്പത്തിന്റെ പ്രയോഗമാണ്. ആ കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ വരുത്തണമെങ്കിൽ ഇത് എന്തൊക്കെയാണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ആസുരി സമ്പത്തിനെ പറ്റി പറയാം, കേട്ടുകൊള്ളുക. നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പം ഈ ആസുരി സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതല്ല, ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവിക സമ്പത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആസുരി സമ്പത്തിനെ ഉപയോഗിക്കുന്നത് ദൈവിക സമ്പത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് കൂടെ മനസ്സിലാക്കും. അതും കൂടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആസുരി സമ്പത്തോടു കൂടി ജനിച്ചിട്ട് ആസുരി സ്വഭാവം കാണിച്ച് നമ്മൾ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം പോലും എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ദൈവിക സമ്പത്തിനെ ആശ്രയിച്ചിട്ട് നടക്കൂ. അതുകൊണ്ട് പ്രവൃത്തിയും ച നിവർത്തിയും ച ജനാനാ വിതുരാസുരാന സൗജം നാഭിചാപുരോ നാ സത്യം ദേശു വിദ്യതേ. പ്രവൃത്തിയും ച നിവർത്തിയും ച, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ആസുരി ജനാ വിധുവും, ആസുരി ജനങ്ങൾ അറിയുന്നില്ല. തേഷു ശൗചം ന വിദ്യതേ, അവരിൽ ശുദ്ധിയും ഉണ്ടായിരിക്കുന്നതല്ല. ആചാര അപി ന സത്യം ച, ആചാരവുമില്ല, സത്യവുമില്ല. ഇപ്പൊ ഈ ആസുരി സമ്പത്തിന്റെ ഏറ്റവും വലിയ പ്രഭാവം എങ്ങനെ അറിയാം? ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്നൊന്നും ആസുരി ജനങ്ങൾക്ക് അറിയില്ല. അറിയണം എന്നൊട്ട് നിർബന്ധവും ഇല്ല. അവരിൽ ശുദ്ധിയോ ആചാരമോ ഉണ്ടായിരിക്കില്ല. ആസുരി ജനങ്ങൾ ത്യാജഗ്രാഹ്യ വിവേചനമില്ലാത്തവരും, അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്ത് ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നർത്ഥം. അവർക്കൊന്നും വിവേചന ശക്തി ഉണ്ടാകില്ല. പിന്നെ വേണ്ടത്ര ശുദ്ധിയും വെടുപ്പും ഒന്നും ഉണ്ടാവില്ല. അന്ധകരണവും ശുദ്ധമായിരിക്കില്ല എന്നർത്ഥം. അവരൊന്നും ചെയ്താൽ ഉദ്ദേശ ലക്ഷ്യം വേറൊന്നായിരിക്കും.
മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിക്കും, ചെയ്യുന്ന വേറെന്തെങ്കിലും. അശുദ്ധരായിരിക്കും, അനാചാരന്മാർ, വ്യവസ്ഥിതികളെ അസത്യപാലകരായിരിക്കും, സത്യം ഒരിക്കലും പാലിക്കാത്തവരായിരിക്കും. ഇതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം. അവർക്ക് പ്രവൃത്തി നിവർത്തി അറിയില്ല. എന്താണ് പ്രവൃത്തി, എന്താണ് നിവർത്തി? മനുഷ്യൻ സാധാരണ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കും, നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കില്ല. നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവീയ സമ്പത്ത് പോഷിപ്പിക്കപ്പെടും. പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചാൽ എന്താ കുഴപ്പം? കണ്ടിന്യൂഷൻ ഉണ്ടാവും. കണ്ടിന്യൂഷൻ ഉണ്ടാവുന്ന വെച്ചാൽ വീണ്ടും വീണ്ടും ജനിക്കാനിടവും, കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്ന അർത്ഥം. ഇനി ഈ പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തി മാർഗം. മനസ്സിലായില്ലേ? ഒരു പഴയ വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് ആൾട്ടർനേഷൻ ഇല്ലെങ്കിൽ അതിന് പണി തുടങ്ങി, ഒരു ചാക്ക് സിമെന്റ് മതി എന്ന് പറഞ്ഞ് പണിക്കാരനെ വിളിച്ച് പണി എടുപ്പിച്ച് കഴിയുമ്പോൾ ഒരു ചാക്ക് തീർന്നു കഴിയുമ്പോൾ പറയും ഇനിയും വേണമെന്ന് പറയും, പിന്നെയും കൊണ്ട് കൊടുക്കും, പിന്നെയും കൊണ്ട് കൊടുക്കും. ഇങ്ങനെ അതിങ്ങനെ പ്രവൃത്തി എടുക്കുക. അവസാനം സിമെന്റ് മിച്ചം വരും, ഇതവരെ ഇങ്ങനെ കൊണ്ടുവരും അല്ലേ? ഇതാണ് പ്രവൃത്തി മാർഗം. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചായ കൂടി നിർത്താൻ വേണ്ടിയിട്ട് കാപ്പി കുടിച്ച് പഠിക്കും, കാപ്പി കൂടി നിർത്താൻ വേണ്ടിയിട്ട് പാല് കുടിച്ച് പഠിക്കും, പാല് കുടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഹോർലിക്സ് കഴിച്ച് പഠിക്കും. ഇങ്ങനെ പിന്നെ അത് നിർത്തിയിട്ട് ബൂസ്റ്റ് തുടങ്ങും, അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ തുടങ്ങും. ഇങ്ങനെ ഒന്നിനെ കണ്ടിന്യൂ ചെയ്ത് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തി മാർഗം. നമ്മൾ ജനിച്ചു, നമ്മൾ വലുതായി, കല്യാണം കഴിച്ചു, കുട്ടികളായി, കുട്ടികളെ പഠിപ്പിച്ചു, കുട്ടികൾക്ക് ജോലിയായി, പിന്നെ അവരെ പേരക്കുട്ടിയെ നോക്കി. ഇതൊക്കെ പ്രവൃത്തി മാർഗം. അവസാനം എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകും, ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും വരും. അതൊക്കെ പ്രവൃത്തി നിവർത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്താൽ അതപ്പം അവസാനിപ്പിച്ചു, പിന്നെ അതിൽ യാതൊരു ഫർദർ ബാക്കി വെക്കാതിരിക്കുക. അങ്ങനെയുള്ള കർമ്മങ്ങളെ നിവർത്തി മാർഗം എന്ന് പറയുന്നത്. അവിടെ കർമ്മബന്ധനം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ യജ്ഞം പോലും പ്രവൃത്തി മാർഗത്തിലാണ് നടക്കുന്നത് അല്ലേ? ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കി നാളെയല്ലേ പറയുന്നത്. ഈ അധ്യായം കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധ്യായം തുടങ്ങും അല്ലേ? ആധ്യാത്മികത്തെ പോലെ നിങ്ങൾ ആദ്യം വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ലളിതാ സഹസ്രനാമം കേമാട്ടോ. പിന്നെ അത് സത്യത്തോടുകൂടി അതും പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നാരായണീയം കേമാട്ടോ. നാരായണീയം പഠിച്ചു. നാരായണീയം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഗീത കേമം. അപ്പോൾ ഗീതയും പഠിക്കും. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നതും പ്രവൃത്തി മാർഗമെന്നർത്ഥം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ച് ഉറച്ചു നിന്നിട്ട് ബാക്കിയുള്ളവ പഠിച്ചോളൂ, അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചോളൂ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന ബുദ്ധിയാണ് കർമ്മയോഗത്തിന് പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറക്കാത്ത ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഒരു കർമ്മം പൂർത്തിയാക്കാതെ പോവും, അപ്പോൾ അത് ബാക്കിയാവുമ്പോൾ പിന്നെയും വരേണ്ടി വരും. അപ്പം കണ്ടിന്യൂഷനായിട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അത് ഒരിക്കലും എൻ്റെ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? എന്നാൽ നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും ആരംഭിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. ആരംഭ സുഹൃത്തം കാണിക്കരുത് എന്നർത്ഥം. നമ്മുടെ കയ്യിലെ സ്വഭാവത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്ത് തീർത്ത് അവസാനിപ്പിച്ച് അതിൽ വിരക്തി ഉണ്ടാക്കണം എന്നർത്ഥം. ഇല്ലെങ്കിൽ കർമാന്തരം ഉണ്ടാവും. അത് ആധ്യാത്മികതയിലും ഉണ്ട്, ഭൗതികതയിലും ഉണ്ട്. ഭൗതികതയിലാണ് കൂടുതൽ എന്നർത്ഥം. ആധ്യാത്മികയിൽ പിന്നെ ഈ കണ്ടിന്യൂഷൻ വന്നാലും നമുക്ക് ശ്രേഷ്ഠമായ ഉയർന്ന ജന്മത്തിലേക്ക് കിട്ടും, മോക്ഷമാർഗത്തിലേക്ക് തുറന്നു കിട്ടും. നമുക്ക് പെട്ടെന്ന് ഒന്നും ഇത് തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യും നമ്മൾ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ എൻ്റെ പ്രഭാഷണം ഇനി സപ്താഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ വന്ന് കേട്ടോളാന്ന്. ഇത് പ്രവൃത്തി മാർഗം, മനസ്സിലായില്ലേ? അപ്പൊ ആധ്യാത്മികതയിലുണ്ടെന്ന് അർത്ഥം. ഇത്
ഞാൻ പറയാൻ ബാക്കി വെച്ചിട്ട് പറയാൻ വന്നതാ, നിങ്ങൾ കേൾക്കാൻ ബാക്കി വെച്ചത് കേൾക്കാൻ വന്നതാ. അത് നിവൃത്തിയിലേക്ക് എത്തിക്കണം. ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അഥവാ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നിലും ഒട്ടലില്ലാതിരിക്കും. അതിനാണ് നിസ്സംഗഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുകയല്ല, ചെയ്താൽ അത് വീണ്ടും കണ്ടിന്യൂഷനിലേക്ക് വാസനാബലം ഉണ്ടാക്കരുത്. അവസാനിപ്പിച്ചാൽ അവസാനിപ്പിച്ചു, എപ്പം വിട്ടുപോകാനും പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് വാസനാബലം ഉണ്ടാകും. അതുകൊണ്ട് കർമ്മത്തിന്റെ ഏറ്റവും വലിയ ദോഷം, എല്ലാ കർമ്മങ്ങൾക്കും ദോഷം പ്രവചിക്കാൻ കാരണം ഇതാണ്. നമുക്ക് ഏത് കർമ്മവും റെപ്പിറ്റേഷൻ ആയിട്ട് ചെയ്താൽ അതിൽ വാസനാബലം ഉണ്ടാകും. ആ വാസനാബലം നിലനിർത്തി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും അത് വിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതേ വാസനാബലത്തിൽ നിങ്ങൾ വീണ്ടും ശരീരം എടുത്തു വരേണ്ടി വരും. ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാൻ ശ്രമിച്ചാലും വാസനാബലം ഉണ്ടാക്കിയ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഇതേ ഭാവത്തിൽ വരും. അതുകൊണ്ട് ഈ അസുരീ ജനങ്ങൾ ത്യാജഗ്രാഹ്യം വിവേചനം, ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ വല്ലാത്തവരും അസത്യരുമായിരിക്കും, അനാചാരികളായിരിക്കും, അസത്യവാദികളായിരിക്കും. ഇത് നമുക്ക് കലിയുഗത്തിൽ കാണാൻ ഒരു വിഷമവുമില്ല. ഒരൊറ്റ ദിവസത്തെ വർത്തമാന പാർത്ത് എടുത്തു നോക്കിയാൽ ഈ ആൾക്കാരെയൊക്കെ കാണാം നമുക്ക്. മനസ്സിലായില്ലേ? ഒരു വിഷമവുമില്ല. നമുക്ക് ചുറ്റും നോക്കിയാലും കാണാം. അമ്പലത്തിൽ വന്നു പോകുന്നവരിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന സ്വഭാവമുള്ളവരെ കാണാം. ഗുണദോഷം തിരിച്ചറിഞ്ഞിട്ടൊന്നും ആയിരിക്കല്ല ഈ ഭക്തി കാണിക്കുന്നത് പോലും. പിന്നെ അശുദ്ധിയും അശ്രദ്ധയും ഉണ്ടായിരിക്കും. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതിരിക്കുക ഭക്തിമാർക്ക്, അത് അനാചാരമാവും. ശാസ്ത്രവിധിപ്രകാരം ശാസ്ത്രത്തെ അംഗീകരിക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. ഇനി അസത്യം അപ്രതിഷ്ഠം തേ ജഗതാകുരൻ ഈശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ജഗത് അസത്യം, ഈ ജഗത്ത് അസത്യമാണെന്നും അപ്രതിഷ്ഠം ആധാരമില്ലാത്തതാണെന്നും അനീശ്വരം ഈശ്വരനില്ലാത്തതാണെന്നും കാമഹൈതുകം അപരസ്പര സംഭൂതം കാമം കാരണമായിട്ടുള്ളതാണെന്നും അന്യോന്യം സംയോഗം കൊണ്ടാണ് ഈ പ്രജാസൃഷ്ടി നടക്കുന്നതെന്നും അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഒരു ഈശ്വരനൊന്നും ഇല്ല എന്നും വിശ്വസിക്കുന്നവരായിരിക്കും ആസുരീഭാവമുള്ളവർ. അന്യൽ കിം, അതായത് വേറെ ഒന്നും എന്താണ് ഉള്ളത് എന്നായിരിക്കും അവർ ചോദിക്കുക. തേ ആഹു എന്നിങ്ങനെ അവർ പറയുകയും ചെയ്യും. ജഗത്ത് അസത്യമായതാണെന്നും മറ്റൊരു അദൃശ്യമായ ആധാരമില്ലാത്തതാണെന്നും അതിനൊരു നിയന്താവ് ഇല്ലെന്നും കാമമാണ് മൂലകാരണം, കാമപ്രേരിതരായിക്കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം കൊണ്ടാണ് ഈ ജനങ്ങൾ ഉണ്ടാകുന്നതെന്നും അല്ലാതെ അതിൽ ഈശ്വരന്റെ അംശമൊന്നും ഇല്ല എന്നും പറയുന്നവരായിരിക്കും. അന്യന്യ സംയോഗം കൊണ്ട് മാത്രം, സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാകുന്നത്, അതിന് മറ്റൊരു ഈശ്വരന്റെ ശക്തിയുടെ കാരണമൊന്നുമില്ല എന്നും വാദിക്കുന്നവരായിരിക്കും ആസുരീ ജനങ്ങൾ. അപരസ്പര സംഭൂതം, ജഗത്തിലെ വിവിധ വസ്തുക്കൾ ഒരു പ്രത്യേക ക്രമം അനുസരിച്ചുകൊണ്ട് ഉണ്ടായതല്ലെന്ന് അർത്ഥം നൽകുന്ന ഗംഗാധര തിലകൻ ഗീത വ്യാഖ്യാനിക്കുമ്പോൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി കാരണം എന്ന വാദം ലോക യതികളുടെയാണ്. അതായത് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് യതികൾ ഉദ്ദേശിക്കുന്നത്. അവരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഈശ്വരനാണ് എന്ന് പറയുന്നത്. ഈശ്വരനോ ഇല്ലേ അതേപോലെ ഒരു ശക്തി ഉണ്ടെന്ന് പറയുക. അല്ലാതെ പ്രകൃതിയാണ് പ്രത്യക്ഷത്തിൽ സ്ത്രീ പുരുഷ സംയോഗത്തിലാണ് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടായപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയോ ഇല്ലെങ്കിൽ പരാശക്തിയോ ഒന്നും ചേർന്നിട്ടൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആസുരീ ജനങ്ങളെ നമുക്ക് ചുറ്റും കാണുകയും ചെയ്യാം. അവരാണ് നിരീശ്വരവാദികളോ യുക്തിവാദികള്, പ്രമാണമില്ലാതെ ഒന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് കാണാനും വിഷമമൊന്നുമില്ല, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നർത്ഥം. ഏതാം ദൃഷ്ടമിഷ്ടഭ്യ നഷ്ടമാത്മനോ ലുപ്തയ പ്രവദന്ത്യുഗ്രകർമാണം ശയായ ജഗതോഹിത.
ഏതാം ദൃഷ്ടി അവഷ്ടപ്യ, ഈ വീക്ഷണത്തെ ആശ്രയിച്ചിട്ട് നഷ്ടാത്മന അല്പബുദ്ധയ, ആത്മനാശം ഭവിച്ചവരും അല്പബുദ്ധികളുമായിരിക്കും. ഉഗ്രകർമ്മണ അഹിത, ക്രൂരകർമ്മം ചെയ്യുന്നവരും ദ്രോഹികളുമായി ഭവിക്കും. ഇങ്ങനെ മറ്റൊരു നിയന്താവും ആരെയും പേടിക്കേണ്ട എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവര് ഇവര് ക്രൂരകർമ്മം ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. ഇവര് ആത്മനാശം, ആത്മബോധം ലവലേശം പോലും ഇവർക്ക് ഉണ്ടാകില്ല, അത് ഉയർത്തപ്പെടുകയില്ല, അല്പബുദ്ധികളായിരിക്കുകയും ചെയ്യും. അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടത് വേണ്ട സമയത്ത് തോന്നാതെ ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നി ചെയ്യും എന്നർത്ഥം. മാത്രമല്ല ക്രൂരകർമ്മം ചെയ്യാനും ഇവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അത് ദ്രോഹികളുമായിരിക്കും അവർ. ജഗത ക്ഷയായ ഭവന്തി, ജഗത്തിന്റെ നാശത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ആസുരീഭാവമുള്ളവരായിരിക്കും. മുൻപറഞ്ഞ വീക്ഷണത്തെ ആശ്രയിച്ചിട്ട് ആത്മനാശം വന്നവരും അല്പബുദ്ധികളും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരും ദ്രോഹികളുമായിരിക്കുന്ന അസുരി ജനങ്ങൾ ജഗത്തിന്റെ നാശത്തിനായി കൊണ്ടുപോയിക്കുന്നു. ജഗത്തിന് ഒരു അധിഷ്ഠാനമോ നിയന്താവോ ഇല്ലെന്നും എല്ലാറ്റിനും മൂലകാരണം കാമം മാത്രമാണെന്നും കരുതുന്നവർക്ക് ധർമ്മ അധർമ്മ ചിന്തയോ കൃത്യാകൃത്യ വിവേകമോ ഉണ്ടാകുന്നതല്ല. കർമാക്കളും ദ്രോഹികളുമായിരിക്കും അവർ. ഇത്തരത്തിലുള്ള ലോകത്തെ തന്നെ നശിപ്പിക്കുന്നവരുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്വഭാവം ഉള്ളവരും കലിയുഗം ആയതുകൊണ്ട് കണ്ടുകിട്ടാനൊന്നും ഒരു വിഷമവും ഇല്ല കേട്ടോ. ഒരു സിനിമ കണ്ടാൽ തന്നെ ഈ സ്വഭാവമൊക്കെ നമുക്ക് കാണാം, വേണമെങ്കിൽ സീരിയൽ കണ്ടാലും കാണാം. നമുക്ക് ഈ സ്വഭാവം ഒന്നുമില്ലെങ്കിൽ അത് കണ്ടിട്ട് പഠിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. എന്താണ് ആസുരീ സ്വഭാവം, ആസുരീ സമ്പത്ത് എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് കണ്ടിട്ട് പഠിച്ചോളൂ. കാമാസത്യ ദുഷ്പൂരം ദംഭമാന്യം അധനിത മോഹാ ഗയിത്വ സദ്ഗ്രാഹൻ പ്രവർത്തന്തേ ശുചീവൃത. ദുഷ്പൂരം കാമം ആസത്യ, നിറയ്ക്കപ്പെടാനാവാത്ത കാമത്തെ, ആഗ്രഹങ്ങളെ ആശ്രയിച്ചവരായിരിക്കും ഇത്തരത്തിലുള്ളവർ. ദംഭ മാന മതാന്യത, ദംഭം മാനം മതം ഇവയോട് കൂടിയവരായിരിക്കും. മോഹാജ് അസദ്ഗ്രാഹാൻ, വ്യാമോഹത്താൽ ദുരാഗ്രഹികളായിരിക്കും. ഗ്രഹീത്വ പ്രവർത്തതയെ, സ്വീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് വ്യാമോഹവും ദുരാഗ്രഹങ്ങളെയും സ്വീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. എത്ര നിറച്ചാലും നിറയാത്ത കാമത്തെ ആശ്രയിച്ചിട്ട് ഡംബ്, ഗർവം, മതം എന്നിവയോട് കൂടിയവരും മലിന പ്രവൃത്തികൾ ഏർപ്പെടുന്നവരുമായിരിക്കും. വ്യാമോഹത്താൽ അവിവേകത്താൽ ദുരാഗ്രഹങ്ങൾ സ്വീകരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പൊ ആസുരീ സമ്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നും ഒരു വിഷമവും ഇല്ല കേട്ടോ. നമ്മളിലുണ്ടോന്ന് ആദ്യം നോക്കുക. അപ്പൊ പുറത്ത് കാണാനല്ലേ കുറച്ചുകൂടെ എളുപ്പമാവും. നമ്മളിലുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണേ, ഈ ഇല്ലാത്തത് കണ്ടുപിടിക്കാനാ പാട്. അപ്പൊ അതാണ് നമ്മള് 7 ശ്ലോകങ്ങളാണെന്ന് നോക്കിയത്. ടോട്ടൽ 10 ശ്ലോകങ്ങൾ, ഒരു പ്രാവശ്യം കൂടെ 3 ശ്ലോകങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 10 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അധ ഷോഡശോധ്യായക ദൈവാസുര സമ്പദ് വിഭാഗയോഗ. ശ്രീ ഭഗവാനുവാച അഭയം സപ്തസംശുദ്ധി ജ്ഞാനയോഗവസ്ഥിതി ദാനന്ദമശ്ചയജ്ഞസാധ്യായ സവമാർജപം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിരപൈശിനം ദയാഭൂതേഷു ലോലുപ്തം ആർദ്രവം ക്ഷീരചാപലം തേജക്ഷമാധൃതി സൗജം അദ്രോഹോ നാതിമാന്യത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരതാം. ദംഭോദർഭോ അഭിമാനസ്യ ക്രോധപാരുഷ്യമേവ അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം ദേവീ സമ്പത്തിമോക്ഷായ നിബന്ധയാമാസുരീമത മാസുജ സമ്പദം ദേവി അഭിജാതോ അസ്തി പാണ്ഡവാ. ദൗഭൂതസർഗോ ലോകേ യസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്സരസ പ്രോക്ത ആസുരം വാർത്തമേൻ ശൃണു. പ്രവർത്തിം ച നിവർത്തിം ച ജനാനാ വിദുരാസുര ന ശൗചം നാപി ചാപരോ
നാസത്യം തേഷു വിദ്യത്തെ അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിം മന്യൽ കാമഹൈതുകം ഏതാം ദൃഷ്ടമിഷ്ടഭ്യ നഷ്ടമാത്മനോ ലുപ്തയ പ്രവദന്ത്യുഗ്രകർമാണം ക്ഷയായ ജഗദോഹിതാം കാമാശ്രിത്യ ദുഷ്പൂരം ദംഭമാന്യമധന്വിത മോഹാത് ഗഹിത്വാ സദ്ഗ്രാഹൻ പ്രവർത്തന്തെ ശുചീവൃതാം. ഓം തസ്സൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംഗചക്രം കൗമോദകീം സരസിം കരുണാസമുദ്രം യഥാസഖായ മതിസുന്ദരമന്ദകാസം അദാലയേ സമനിശം പ്രതിഭാവയാമി. അദാലയേ സമനിശം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.